ഗൈസ്, നമ്മുടെ ഈ 2024 ഇതുവരെയുള്ള ടൈം വെച്ച് നോക്കുമ്പോൾ വേൾഡിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയൂ? എന്നാൽ അറിയില്ലെങ്കിൽ അറിഞ്ഞോ, ഇപ്പോഴും പലരും കുട്ടികൾക്ക് വേണ്ടിയുള്ള കാർട്ടൂൺ എന്നൊക്കെ പറഞ്ഞ് എഴുതി തള്ളുന്ന ഒരു എനിമേറ്റഡ് മൂവിയാണ് ഇൻസൈഡ് ഔട്ട് എന്ന് പറയുന്ന ഹോളിവുഡ് മൂവിയുടെ സെക്കൻഡ് പാർട്ടായിട്ട് ഇറങ്ങിയ ഇൻസൈഡ് ഔട്ട് 2 എന്ന് പറഞ്ഞ സിനിമയാണ് ഇതുവരെയുള്ള 2024 സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ എന്ന് പറയുന്നത്. എൻ്റെ ഒരു അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ 1 ബില്യൺ ഏകദേശം ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ ഇവിടെ ഒക്കെ തിയേറ്ററിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ കൂടിയാണിത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഫോറിൻ കണ്ടൻസ് ഒക്കെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ വലിയ റീച്ചൊന്നും കിട്ടാറില്ല. സോ അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ലൈക്കും ഷെയറൊക്കെ ചെയ്യാൻ മടിക്കരുത്. ദെൻ ടുഡേ ഈസ് മൈ 18th ബർത്ത്ഡേ. സോ ഇതിപ്പോൾ എന്തിനാണ് ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ. ദെൻ പടത്തിലേക്ക് വന്നാൽ ഡിസ്നിയുടെ ഒരു കിടിലൻ കമ്പേക്ക് തന്നെയാണ് പടം. പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ ഒക്കെ ഒരു പ്ലോട്ട് എങ്ങനെയാണ് ഒരാളെ തലയെ വരണേന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത് ഇത്രയും കിട്ടിയിലായിട്ട് സിനിമ ആക്കി വെക്കാന്ന് വെച്ചാൽ അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ട് പോകുമ്പോഴും ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണിത്. ദെൻ ഫസ്റ്റ് പാർട്ടിൽ നോക്കുകയാണെങ്കിൽ ജോയ് ഉണ്ട്, സാഡ്നെസ് ഉണ്ട്, ഡിസ്കസിങ് ഉണ്ട്, ഫിയർ ഉണ്ട്, ആങ്കർ ഉണ്ട്. ഇങ്ങനത്തെ ഒരു 5 ഇമോഷൻസ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ വരുമ്പോൾ ആൻസിയറ്റി ഉണ്ട്, ദെൻ എംബാരസ്മെൻ്റ് ഉണ്ട്, ബോറിങ് ഉണ്ട്. ഇങ്ങനത്തെ ഒരു 3-4 ഇമോഷൻസും കൂടി വരുന്നുണ്ട്. ദെൻ ഈ ഒരു ഇമോഷൻസിനെ കൂടി കൊണ്ടുവന്നിട്ട് ഇവരൊക്കെ ചെയ്ത് വെക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് ജസ്റ്റ് ഫാന്റാസ്റ്റിക്. പിന്നെ വെച്ചാൽ ഈ ഒരു പടത്തിൻ്റെ റിവ്യൂ നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ഇടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം മലയാളത്തിൽ. ബട്ട് ഞങ്ങളുടെ ഈ ഒരു പടം റിലീസ് വന്നിട്ടുണ്ടായില്ല. ഇവിടെ നിന്ന് കൊച്ചിക്ക് പോയിട്ട് PVR ലുലുവിലാണ് പോയി കണ്ടത്. ഈ പടത്തിനെ കുറിച്ചെന്ന് വെച്ചാൽ കൂടുതലായിട്ട് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം അത്രയും കിടിലനാണ്, ഒന്നും പറയാനില്ല, പോയി കണ്ടറിയാം, അത്ര തന്നെ പറയാനുള്ളൂ. പിന്നെ ഒറ്റ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും ഈ ഒരു ആനിമേറ്റഡ് മൂവീസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇതാണെന്നൊക്കെ പറയണവർ ഒന്ന് കണ്ടു നോക്കാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്, ഒരു 10 മിനിറ്റ് ഇരുന്ന് കണ്ടാൽ മതി. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇപ്പോൾ നിങ്ങൾക്ക് OTT ഉണ്ട്, അത് ഡിസ്നിയിലങ്ങാണ്ട് ഉണ്ട്. ദെൻ അതില്ലാത്തവർക്ക് അറിയാമല്ലോ, അവിടെ നിന്ന് കിട്ടുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാം. ജസ്റ്റ് ഒരു 10-20 മിനിറ്റ് കണ്ടാൽ നിങ്ങൾ ഫുള്ളിരുന്ന് കാണും. ദെൻ നിങ്ങൾ ഈ പടം തിയേറ്ററിൽ പോയി കാണും. ദെൻ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കാണാണ്ട് സെക്കൻഡ് പാർട്ട് കാണാൻ പോകണമെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇത് ഫസ്റ്റ് പാർട്ടായിട്ട് അത്രയും ആ ഒരു രീതിക്ക് ലയിച്ചു പോകുന്ന ഒരു പടമാണ്. സോ അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്തായാലും കാണാം. ജസ്റ്റ് 1.5 മണിക്കൂർ അങ്ങാണ്ടുള്ളൂ ഈ ഒരു പടം. പിന്നെ സെക്കൻഡ് പാർട്ട് അതെ 1.5 മണിക്കൂറുള്ളൂ. പക്ഷേ 1.5 മണിക്കൂറിൽ ഒരു സെക്കൻഡ് നിങ്ങൾക്ക് ലാഗായിട്ടോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് വെറുതെ പോകണം നിങ്ങൾക്ക് തോന്നില്ല. കാരണം അത്രയും കിടിലാണ്. എനിക്ക് അധികമൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. എനിക്കറിയാം വളരെ ഷോർട്ടായി പോയി, ഒരു റിവ്യൂ എന്ന് പോലും പറയാൻ പറ്റില്ല. ഈ ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയനായിട്ട് കണ്ടാൽ മതി. സോ അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. സോ പിന്നെയെന്ന് വെച്ചാൽ നമ്മളൊരു മൂവി എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ടൈം എടുത്ത് നല്ല വൃത്തിക്ക് ചെയ്യാന്ന് വെച്ചിട്ടാണ് ടൈം എടുത്ത് പോകുന്നത്. അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ശേഷം കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാനും മറക്കരുത്. സോ ഒരു കിടിലം വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.